വിചാരിച്ചപ്പോഴാണ് വസുധൈവ വസുധൈവ കുടുംബകം എന്നുള്ള ഒരു വിഷയം ഒന്ന് സംസാരിച്ചാലോ എന്ന് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിലെ പ്രശസ്തമായിട്ടുള്ള സംസ്കൃത ശ്ലോകങ്ങൾ എടുത്താല് അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ശ്ലോകാണ് ഇത്. ഒരു ശ്ലോകത്തിന്റെ കുറച്ച് ഭാഗമാണ് വസുധൈവ കുടുംബകം എന്നുള്ളത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ മുൻവശത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വസുധൈവ കുടുംബകം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ 2022 നടന്ന G20 ഭാരതത്തിലാണ് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ G20യുടെ ലോഗോ തീരുമാനിക്കുന്ന സമയത്ത്, അതുപോലെ G20ക്ക് ഒരു മോട്ടോ ഉണ്ടല്ലോ, ഒരു ആശയം, അത് തീരുമാനിക്കുന്ന സമയത്ത് അതിന്റെ ആശയം ധാരാളം ആളുകളിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. പാൻ ഇന്ത്യ ആപ്ലിക്കേഷനാണ് സ്വീകരിച്ചത്. അതിൽ വന്നത് 24,000 സബ്മിഷൻസ് ആണ് വന്നത്. അപ്പൊ അതിൽ നിന്നും സ്വീകരിച്ചത് ഇതായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാല് ജി എന്ന് എഴുതും, പിന്നെ 2 എഴുതും, ആ സീറോയ്ക്ക് പകരം ഭൂമിയാണ്. ആ ഭൂമിയുടെ താഴെ ഒരു താമരപ്പൂ, അതായത് താമരപ്പൂവില് ഭൂമി ഇരിക്കുന്നത് പോലെ താഴെയായിട്ട് വസുധൈവ കുടുംബകം. പക്ഷേ ഈ പല G20 ലോഗോയിലും നമുക്ക് ഈ വസുധൈവ കുടുംബകം എന്നുള്ളത് കാണാൻ സാധിക്കില്ല. അതിന് കാരണം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകളില് സംസ്കൃത ഭാഷ വരുന്നില്ല. അതുകൊണ്ട് ചൈന എതിർത്തു. ചൈന എതിർത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ എന്നാക്കി മാറ്റി. അർത്ഥം ഒന്ന് തന്നെ. വസുന്ധര എന്ന് പറഞ്ഞാല് ഭൂമി, വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി തന്നെ ഒരു കുടുംബമാണ് എന്നാണ് അർത്ഥം. അപ്പൊ ഇതിന്റെ വളരെ വിശദമായിട്ടുള്ള ഭാവവും ഇതിനെ നമ്മൾ ഏത് രീതിയിൽ കാണണമെന്നും ഇതിലും ചില ബുദ്ധി നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നും പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ടതെന്നും കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പക്ഷെ ഈ ഒരു ആശയം നമുക്ക് പലതരത്തിൽ നോക്കാം. ഒരു രാജ്യത്തിന്റെ രീതിയിൽ സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെ നമ്മൾ ഇതിനെ നേരിടണമെന്നും പൊളിറ്റിക്കലായിട്ട് നേരിടണമെന്നും ഒക്കെ നോക്കണം. പക്ഷെ അത്രയൊന്നും വിശദമായിട്ട് നമുക്ക് പറയാൻ സമയമില്ല. അതുകൊണ്ട് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വസുധൈവ കുടുംബകം എന്നുള്ള ആശയം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ സ്വീകരിക്കണം, ആ സ്വീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വസുധൈവ കുടുംബകം എന്നുള്ളത് ഒരു വേദവാക്യമല്ല. ശരിക്കും പറഞ്ഞാല് ഇത് പഞ്ചതന്ത്രം കഥകളിലാണ് ഇത് വരുന്നത്. എന്നാൽ ഇതിന്റെ ആശയം വരുന്നത് മഹോപനിഷത്തില് വരുന്നുണ്ട്, ഋഗ്വേദത്തിൽ വരുന്നുണ്ട്. ഋഗ്വേദത്തിൽ നമുക്കറിയാം എത്ര വിശ്വം ഭവത്യേകനീടം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അതായത് ഈ ഒരു ഭൂമി തന്നെ ഒരു കിളിക്കൂടാണ്, അതായത് ഒരു കുടുംബമാണ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഈ ആശയത്തിൽ നിന്നും എടുത്തതാണ് പഞ്ചതന്ത്രം കഥകളില് അയം നിജ പരോവേത്തി എന്ന് പറയുന്ന ആ ഒരു ശ്ലോകം. ശരിക്കും പറഞ്ഞാൽ അത് മുഴുവൻ ഇപ്പം ഇടയ്ക്ക് പെട്ടെന്ന് പറയുമ്പോൾ മറന്നുപോയി, അതെവിടെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അയം നിജ പരോ, കമ്പ്യൂട്ടർ സ്റ്റക്ക്, ഒരു മിനിറ്റ്. അയം നിജ പരോവേത്തി ഗണാനാം ലഘുചേതസാം ഉദാര ചരിതാനാം തു വസുധൈവ കുടുംബകം. ഇതാണ് ഇതിന്റെ അർത്ഥം. നമുക്ക് വളരെ വിശദമായിട്ട് കാണാം. പക്ഷെ ആദ്യം തന്നെ ഇത് പഞ്ചതന്ത്രത്തില് ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്. പഞ്ചതന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, മൃഗങ്ങളുടെ കഥയാണ്. പക്ഷെ ഈ മൃഗങ്ങളുടെ കഥയില് നമുക്കുള്ള വളരെ വലിയൊരു ആശയം, ഒന്നിൽ കൂടുതൽ ധാരാളം ആശയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വസുധൈവ കുടുംബകം വരുന്ന ഈ ഒരു ശ്ലോക ഭാഗത്തിൽ വരുന്ന കഥ, ഒരു കുറുക്കനുണ്ട്, ഒരു മാനുണ്ട്, ഒരു കാക്കയുണ്ട്. ഇവര് തമ്മിലുള്ള ഒരു കഥയാണ്. പക്ഷെ ഈ കഥയിൽ തന്നെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന പേര് നമുക്ക് നല്ല രസമാണ്. ഇതില് കാക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത് സുബുദ്ധി എന്നാണ്. അതുപോലെ തന്നെ ആ ഒരു കുറുക്കന് കൊടുത്തിരിക്കുന്നത് കുബുദ്ധി എന്നാണ്. ഈ കുശാഗ്ര ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ മാനിന് കൊടുത്തിരിക്കുന്ന ചിത്തരംഗ അല്ലെങ്കിൽ ചിത്തരഞ്ജൻ, മനസ്സിന് കുറച്ച് ചാഞ്ചല്യമുള്ളവൻ എന്നൊക്കെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ആചാര്യൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന്. അപ്പൊ ഈ ഒരു കഥ വളരെ ചുരുക്കത്തിൽ വേഗം ഒന്ന് പറയാം. ഒരു കാട്ടില് ഒരു കുറുക്കനും കാക്കയും ജീവിച്ചിരുന്നു. ഒരു മാനും കാക്കയും ജീവിച്ചിരുന്നു. അവര് നല്ല സുഹൃത്തുക്കളായിരുന്നു.
അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാട്ടിലൂടെ ഇവരുടെ വഴിക്കായിട്ട് ഒരു കുറുക്കൻ വരുന്നത്. കുറുക്കൻ നോക്കിയപ്പോ നല്ല തടിച്ചു കൊഴുത്ത ഈ മാനിനെ കണ്ടപ്പോ തിന്നണം തോന്നി. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് മാൻ വളരെ സ്പീഡിൽ ഓടും. അതിന്റെ ഒപ്പം എത്താൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ മാത്രമേ ഈ മാനിനെ പിടിക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് പതുക്കെ ഈ മാനിന്റെ അടുക്കല് വന്ന് പറയാൻ തുടങ്ങി, ഞാൻ ഇങ്ങനെ ഇവിടെ പുതുതായിട്ട് വന്നതാണ്, എനിക്കിവിടെ ആരെ അറിയില്ല, അതുകൊണ്ട് തന്നെ എന്റെ കൂട്ടുകാരനായിട്ട് ഇരിക്കാവോ, എനിക്കിവിടെ കൂട്ടുകാരൊന്നുമില്ല, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്ര മനോഹരമായിട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ മാൻ ഇതെല്ലാം കേട്ട് വിശ്വസിച്ചു. അപ്പൊ മാന് വിചാരിച്ചു, പാവം ഒറ്റയ്ക്കല്ലേ വന്നിരിക്കുന്നത്, പുതിയ നാട്ടിലേക്ക് വന്നതല്ലേ, നമ്മളല്ലേ സ്വീകരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് തന്റെ താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ഈ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് ഒരു ചെമ്പക മരത്തിന്റെ മുകളിൽ ഇരുന്ന് കാക്ക ഇത് കാണുന്നത്. അപ്പൊ കാക്ക ചോദിക്കുന്നുണ്ട് മാനിനോട്, കൂട്ടുകാരാ, ഇതാരാണ്, പുതിയ ഒരാളാണല്ലോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ പറയുന്നുണ്ട്, ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഇവിടെ ആദ്യമായിട്ട് വന്നതാണ്, ഞാൻ എൻ്റെ താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണെന്ന് പറയാം. അപ്പൊ സുബുദ്ധിയായിട്ടുള്ള കാക്ക പറയുന്നു, ഇദ്ദേഹത്തെ നീ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലല്ലോ, അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്വഭാവവും രീതികളും എന്താണെന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കാവോ? അതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോഴേക്കും മാൻ പെട്ടെന്നൊന്ന് അമ്പരന്നു. ശരിയാണല്ലോ. പക്ഷെ പറഞ്ഞു, അങ്ങനെയല്ല, നല്ല രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കൊണ്ട് വിശ്വസിക്കാൻ തോന്നുന്നു പറയും. അപ്പൊ ഇത്രയും സംവാദം കേട്ടതോടുകൂടി ഇതുവരെ മിണ്ടാതിരുന്ന കുറുക്കൻ പതുക്കെ ഇടപെട്ടു. അപ്പോഴാണ് കുറുക്കൻ ഈ വാക്കൊക്കെ പറയുന്നത്. നമ്മൾ ഒരാളെ അയം നിജ പരോ വേത്തി എന്നുള്ള ശ്ലോകത്തിന്റെ അർത്ഥം, നമ്മൾ ഒരാളെ നമ്മുടെ ബന്ധുവാണെന്ന് കരുതുന്നു, മറ്റൊരാളെ നമ്മളുടെ അല്ലെങ്കിൽ അപരനായിട്ട് കരുതുന്നു. പക്ഷെ എന്താണ് ഉദാര ചരിതാനന്ദു, മനസ്സ് ഇങ്ങനെ നമ്മൾ ചുരുക്കി വെക്കരുത്. നമ്മൾ നല്ല ഉദാര മനസ്കരായിട്ട് ചിന്തിക്കണം. വസുധൈവ കുടുംബകം, അതായത് ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ആ കുറുക്കന്റെ ആ വാക്കുകളില് ശരിക്കു പറഞ്ഞാൽ ഈ മാൻ വീണുപോയി. അങ്ങനെ എല്ലാ തരത്തിലും കുറുക്കന്റെ വാക്കുകള് വിശ്വസിക്കേണ്ടി വന്നു. കാരണം അതുപോലെയാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, മാൻ വീണ്ടും ഈ കുറുക്കനെയും കൂട്ടിക്കൊണ്ട് തന്റെ സ്ഥലത്തേക്ക് പോയി. ആ സമയത്താണ് കുറുക്കന് ഈ മാനിനെ ആക്രമിക്കാനായിട്ട് തോന്നുന്നത്. പക്ഷെ കൃത്യസമയത്ത് കാക്ക അവിടെ എത്തുകയും കാക്ക എന്നിട്ട് കാക്ക അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട്, പഴയ ഒരു കഴുകന്റെ കഥയൊക്കെ, ഇങ്ങനെ അബദ്ധത്തിൽ പെട്ട ഒരു കഴുകന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അപ്പം ഈ മാനിന്റെ തലയിൽ പോയില്ല. എന്താണേലും സമയത്ത് കൃത്യമായിട്ട് അവിടെ എത്തുകയും ഒരു പല തന്ത്രങ്ങൾ പ്രയോഗിച്ച്, എല്ലാം പറയാൻ സമയമില്ല, പല തന്ത്രങ്ങൾ പ്രയോഗിച്ച് മാനിനെ രക്ഷപ്പെടുത്തുകയും അതേസമയം കുറുക്കൻ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഈ പഞ്ചതന്ത്രം കഥകളിലൂടെ അല്ലെങ്കിൽ ഈ കഥയിലൂടെ നമ്മളോട് പറയുകയാണ്, ഒരാളുടെ വാക്കും നമ്മൾ കണ്ണടച്ച് പെട്ടെന്ന് വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് അപരിചിതരായിട്ടുള്ളവരുടെ. അങ്ങനെ വളരെയധികം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. എത്ര വലിയ ലോക തത്വമൊക്കെ അവര് നമ്മുടെ മുന്നിൽ വന്ന് പറയും. പക്ഷേ അവരുടെ മനസ്സ് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മളത് വിശ്വസിക്കരുത്. വളരെ സൂക്ഷിച്ചു മാത്രമേ നിൽക്കാവൂ. ഇതൊരു പഞ്ചതന്ത്രം കഥയാണ്. അതിലുള്ളതാണ് വസുധൈവ കുടുംബകം എന്നുള്ള ഈ ഒരു ആപ്തവാക്യം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇനി ഇതിൽ നിന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് തന്നെ നമ്മുടെ ആചാര്യന്മാര് പലതരത്തില് പല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ വേദികളിൽ പറഞ്ഞു പറഞ്ഞു മടുത്ത ഒരു കാര്യമാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന രംഗം. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാല്, രാവണൻ സന്യാസിയുടെ വേഷത്തിലാണ് വരുന്നത്. മാത്രമല്ല നല്ല നല്ല വർത്തമാനവും ഒക്കെ പറയുന്നുണ്ട്. സീത ഇത് കണ്ട് വിശ്വസിച്ചു. അപ്പൊ സീതയോട് ഭവതി ആരാണെന്ന് ചോദിക്കുമ്പോ ഇത് സന്യാസിയല്ല, ഫുൾ ബയോഡേറ്റയാണ് സീത അവിടെ പറയുന്നത്. വളരെയധികം സീത സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് സന്യാസിയാണെന്നും അദ്ദേഹത്തിന്റെ വാക്കിനെ വിശ്വസിച്ചത് കൊണ്ടാണ് സീതയ്ക്ക് അബദ്ധം പറ്റിയത്. അപ്പൊ അവിടെ വാൽമീകി മഹർഷി പറയുന്നുണ്ട്, നവേശം വിശ്വസേൽ പ്രാജ്ഞോ വേഷോ ദോഷായ കൽപ്പതെ രാവണോ വടുരൂപേണ ജഹാര ജനകാത്മജ. ഒരിക്കലും ഒരു പുരുഷനെ അവന്റെ വേഷം കണ്ട് വിശ്വസിക്കരുത്, ഭാഷണം കണ്ട് വിശ്വസിക്കരുത്. പെട്ടെന്ന് ഒരു അപരിചിതൻ വന്ന് നല്ല വേഷമൊക്കെ ധരിച്ചിങ്ങനെ വരും. പറ്റിക്കുന്നവര് പലപ്പോഴും സാത്വികമായിട്ടുള്ള വേഷത്തിലായിരിക്കും അവര് വരിക.
സന്യാസിയുടെ വേഷത്തിലോ വളരെ കുറുതൊട്ടും ചന്ദനക്കുറുതൊട്ടും കുറെ കയ്യില് ചരടും ഒക്കെ കെട്ടി അങ്ങനെയായിരിക്കും വരിക. അതുപോലെ അവരുടെ ഭാഷണം കേട്ട് വിശ്വസിക്കരുത്. മറിച്ച് അവരുടെ മനസ്സ് മനസ്സിലാക്കണം. മനസ്സ് മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? കുറച്ച് സമയമെടുക്കും. ഇപ്പൊ ഒരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? കുറച്ച് സമയമെടുത്ത് അവരുടെ കുറേ ദിവസം കൊണ്ട് അവരുടെ പെരുമാറ്റവും അവരുടെ മനസ്സിലിരിപ്പും ഒക്കെ നമുക്ക് പിടികിട്ടും. അങ്ങനെ മാത്രമേ ചെയ്യാവൂ. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ബുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. ഹൃദയത്തെക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് ബുദ്ധിക്കാണ്. കാരണം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. തലയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ബുദ്ധി എവിടെയാ ഉള്ളത്? ബുദ്ധി എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത് സൂക്ഷ്മമാണ്. പക്ഷെ നമ്മൾ പറയും ശിരസ്സിലാണ് എന്ന്. ശിരസ്സില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? തല പോയാൽ തീർന്നു. കൈയില്ലെങ്കിൽ കാലില്ലെങ്കിലും ഒക്കെ ജീവിക്കാൻ പറ്റും. തല പോയാൽ ജീവിക്കാൻ പറ്റില്ല. ബുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അംഗന്യാസ കരന്യാസം ഒക്കെ ചെയ്യുമ്പോ ഋഷയോ സത്യദൃഷ്ടാരാന്ന് പറഞ്ഞിട്ട് ഋഷിമാർക്ക് മൂർധാവിലാണ് സ്ഥാനം. പക്ഷേ ഋഷിമാര് സത്യത്തെ ദർശിച്ചവരാണ്. അപ്പൊ അവര് അത്രമാത്രം അറിവുള്ളവരാണ്. ബുദ്ധി നമ്മള് വളരെയധികം ഉള്ളവരാണ്. ബുദ്ധി ഉപയോഗിച്ച് ഹൃദയം കൊണ്ട് എന്താ നമ്മൾ ചെയ്യുക? സ്നേഹിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണമെങ്കിലും സ്നേഹിക്കാനുള്ള ആളെ ആദ്യം തിരഞ്ഞെടുക്കാൻ ബുദ്ധി ഉപയോഗിക്കണം. ഇന്ന് അത് പലപ്പോഴും ചെയ്യാത്തത് കൊണ്ടാണ് പല കുട്ടികളും അപകടത്തിൽ പെടുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ബുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എങ്ങനെയാണ് എന്നുള്ളത് വേർതിരിച്ച് കാണണം. അപ്പൊ ഇവിടെ തന്നെ കൃത്യമായിട്ട് പറയുകയാണ്. ഇവിടെ ഈ വസുധൈവ കുടുംബകം എന്നുള്ള ഈ ഒരു വാക്യം ഇങ്ങനെയുള്ള ഒരു കഥയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെങ്കിലും ഈ സാരം നമ്മളുടെ ഉപനിഷത്തുകളിലുള്ളതാണ്. നമ്മളുടെ ഈ ആശയമുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ എത്ര വിശ്വം ഭവത്യേകനീടം. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അവളുടെയും നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം. ഇതെവിടെയെല്ലാം നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും, എവിടെയൊക്കെ പ്രയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വളരെയധികം ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ആദ്യം ഇതിന്റെ പോസിറ്റീവ് സൈഡ് പറയാം. അതായത് എവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പം എന്താണെന്നൊക്കെ പറയും. അതായത് ഇവിടെ പറഞ്ഞ അയം നിജ പരോവേത്തി എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ചിലരെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് കാണും, ചിലരെ അപരിചിതനായിട്ട് കാണും. ഉദാര ചരിതാനാം തൂന്നാണ്. നമ്മൾ വളരെ നമ്മുടെ മനസ്സ് ഭയങ്കര എന്താ പറഞ്ഞ ശുഷ്കിച്ചാണ് ഇരിക്കുന്നത്. ഇതിനെ വളരെ വലുതാക്കണം എന്ന് പറയുന്നുണ്ട്. ഈ മനസ്സിനെ വലുതാക്കുക എന്ന് പറയുന്നത് എത്രമാത്രം എളുപ്പമുള്ള കാര്യമാണ്. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമുക്ക് അത് ഈ മനസ്സിന്റെ പ്രത്യേകതകൾ ഒന്ന് പഠിക്കാം. ഈ മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ തൊട്ടടുത്തിരിക്കുന്ന ഒരു വസ്തുവിനെ പോലും നമ്മൾ തിരിച്ചറിയുള്ളൂ. മനസ്സില്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരു വസ്തുവിനെ പോലും തിരിച്ചറിയുമോ? നേരെ മറിച്ച് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളെ പോലും നമുക്ക് ഇവിടെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ മനസ്സിന്റെ പ്രത്യേകത ഒരേ സമയം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനനുസരിച്ച് പ്രവർത്തികൾ ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യാതെ ഇരിക്കാം. പക്ഷെ അപ്പോഴേ ചിന്തയുണ്ട്, പ്രവൃത്തികൾ ഇല്ലാതിരിക്കാം. മനസ്സിന് ഇങ്ങനെയുള്ള കുറെ പ്രത്യേകതകളുണ്ട്. പക്ഷേ മനസ്സിന് വിശാലമാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സ് എപ്പോഴും ചുരുങ്ങാനാണ് ശ്രമിക്കുക, സങ്കുചിതമായിട്ടാണ് ശ്രമിക്കുക. ഇപ്പൊ നമ്മളാണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിൽ ഇന്ന് എത്ര പേരാണ് ഉണ്ണാനുള്ളത് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കും, അല്ലെ? കൃത്യമായിട്ട് നമ്മൾ 4 പേര് 5 പേര് കൃത്യമായിട്ട് അതിൽ ചുരുങ്ങാനാണ് ചിന്തിക്കുക. അതൊരിക്കലും മോശമാണെന്നല്ല കേട്ടോ പറയണത്. പക്ഷേ എല്ലാ കാര്യത്തിലും ഈ ചുരുക്കം വരുന്നുണ്ട്. നേരെ മറിച്ച് വിശാലതയെ പറ്റി ചിന്തിക്കാൻ മനസ്സിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. അനന്തത എന്ന് പറയുന്ന ഒരു ആശയം നോക്കുക. ഈ അനന്തത എന്ന് പറയുന്ന ആശയം നമുക്ക് പറയുമ്പോൾ ഈ ആശയം മനസ്സിലാകുന്നുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. നേരെ മറിച്ച് അനന്തത എന്നുള്ള ആശയം നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് ശരിയാണ് താൻ. കാരണം എന്താണ്? അനന്തത എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ എങ്ങനെയൊക്കെ മനസ്സിലാക്കും? ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ള അനന്തത ഒന്ന് സമുദ്രമാണ്, മറ്റൊന്ന് ആകാശമാണ്, അല്ലെങ്കിൽ വായുവാണ്. അപ്പൊ നമ്മൾ പറയാണ് പ്രപഞ്ചത്തിൽ ഇടത്തും വായു നിറഞ്ഞു നിൽക്കും എന്ന് നമ്മൾ പറയുകയാണ്. ഉടനെ ഇതിനെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വായു നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുടത്തിലുണ്ട്. അപ്പൊ കുടം എന്ന് പറയുമ്പോഴേ നമ്മൾ അതിനൊരു ബൗണ്ടറി കൊണ്ടുവന്നു, ഒരു അതിര് കൊണ്ടുവന്ന് അവിടെ വെച്ചു.
പിന്നെ എന്താണ്? അല്ലെങ്കിൽ ഭാരതത്തിലുണ്ട്. അപ്പൊ അതിനൊരു അതിരായി. ഇനി അല്ലെങ്കിൽ നമ്മള് ഗ്ലോബ് എടുക്കും. അവിടെ മുഴുവൻ വായുവുണ്ട്. അതായത് അതിർത്തിയില്ലാതെ മനസ്സിന് ചിന്തിക്കാൻ പറ്റില്ല. അതിരില്ലാതെ ചിന്തിക്കാൻ മനസ്സിന് സാധ്യമല്ല. ഇത് മനസ്സിന്റെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ നമ്മളോട് കുറച്ചുകൂടി ഉദാരമനസ്കരാകാൻ വേണ്ടിയിട്ടാണ് ശരിക്കു പറഞ്ഞാല് ഇതുപോലെയുള്ള ശ്ലോകങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെയധികം മനസ്സ് നമ്മളുടെ വിശാലമാകട്ടെ. എല്ലാവരെയും നമ്മള് ആ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ഒന്നിച്ചു കാണട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം ഇപ്പൊ മനസ്സിന്റെ തന്നെ പ്രത്യേകത. ഇപ്പൊ നമുക്ക് ഏറ്റവും ഭയം തരുന്ന കാര്യം എന്താണ് ജീവിതത്തില്? മരണമാണ്. അല്ലെ? അതിലും വലിയ ഭയമൊന്നും ഇല്ല. മരണഭയത്തെ ജയിച്ചവന് വേറെ ഒരു ഭയവും ഇല്ല. പക്ഷെ ഈ ഭയം ഉണ്ടാകുന്നതും മനസ്സിൽ നിന്നാണ്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചഞ്ചലം ഹി മനഃകൃഷ്ണ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സെപ്പോഴും ചഞ്ചലമാണ്. ഇപ്പൊ ഇവിടെ തന്നെ ആ പേര് കൊടുത്തിരിക്കുന്നത് ചിത്തരഞ്ജൻ എന്നല്ലേ? ആ കാക്കയുടെ പേര് കൊടുത്തത് ഞാൻ പറഞ്ഞത് ചിത്തരഞ്ജൻ എന്നാണ്. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നത് മനസ്സിന്റെ ഈ ചഞ്ചലിപ്പിനെ നമ്മള് വലുതാക്കണം. ഗണാനാം ലഘുചേതസം. വളരെ ലഘുവായിട്ടാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. വിശാലമാക്കുക. പക്ഷെ എത്രമാത്രം വിശാലമാക്കാം? ഇങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ രാഷ്ട്രത്തിന്റെ ഒരു കാര്യം കൂടെ നമുക്ക് എടുക്കാം. ഇപ്പൊ കൊറോണ വന്ന സമയത്ത് നരേന്ദ്രമോദിജി നമ്മളിവിടെ വാക്സിൻ ഉണ്ടാക്കി. വാക്സിൻ ഉണ്ടാക്കിയപ്പോ എന്ത് ചെയ്തു? ധാരാളം രാജ്യങ്ങൾക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ എല്ലാവരും വളരെയധികം വിമർശിച്ചു. ഞാനിവിടെ മോദിജി ഒരു പാർട്ടിയുടെ ആളായിട്ടല്ല, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അദ്ദേഹം അല്ലെങ്കിൽ ആ നമ്മളുടെ ഭാരതത്തെ ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു. എല്ലാവർക്കും വാക്സിൻ കൊടുക്കാം. ഇവിടെ വളരെയധികം പേര് എതിർത്തു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാക്സിൻ നമ്മൾ വളരെയധികം ഉണ്ടാക്കി. ഈ വാക്സിൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് നമ്മൾക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഭാരതം മുഴുവൻ ഇത് എത്തിക്കണം. ഇനി എത്തിച്ചാൽ തന്നെ നേഴ്സുമാർക്ക് ഒരു ദിവസം എത്ര പേരെ വെച്ച് കുത്തിവെക്കാൻ പറ്റും? ഈ ചെറിയ ജനസംഖ്യയാണ് ഇവിടെ ഉള്ളത്. ഒരു ദിവസം ഇത്ര പേരെ വെച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി അപ്പൊ നമുക്ക് വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ കൂടുതലായിട്ടുള്ളത് നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്തു. കാരണം എന്താണ്? എല്ലാ രാജ്യത്തിലുള്ളവരും നന്നായിട്ടിരിക്കണം. ഇപ്പൊ സൗദിന്നാണ് നമ്മള് ഓയിൽ കൊണ്ടുവരുന്നത്. ഡീസലും പെട്രോളും വന്നില്ലെങ്കില് സൗദിക്കാര് നന്നായിട്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓടിക്കല് ഇതാവും. ഇന്നിന് തമിഴ്നാട്ടിൽ പച്ചക്കറി വന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. അപ്പം നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ആശ്രയത്വത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ സഹായിച്ചാൽ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ നമ്മൾ സത്യസന്ധരാണെന്നും ഒരു ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മളെ സഹായിച്ചവരാണെന്ന് പറയുമ്പോൾ നമ്മളെ സഹായിക്കാനും ആള് കാണും. നേരെ മറിച്ച് സ്വാർത്ഥ ബുദ്ധിയോടുകൂടി നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതായത് നമ്മൾ നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ ഈ ലോകത്തെ സ്നേഹിക്കണമെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. പക്ഷെ അവിടെ തന്നെ നമ്മളെ സ്നേഹിച്ചിട്ട് മണ്ടന്മാരാകാവോ? ഇപ്പൊ ഈ മാനിന് പറ്റിയ കഥ പറയുകയാണ്. ഇപ്പൊ നമുക്ക് പാകിസ്ഥാനെ സ്നേഹിക്കാൻ പോയാല് എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുധിഷ്ഠിരനും അല്ലെങ്കിൽ ദുര്യോധനും ഒക്കെ തമ്മിൽ നടന്ന യുദ്ധമാണ്. അവര് പറയുന്നുണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഞങ്ങൾ കുടുംബമാണ്, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കും. നേരെ മറിച്ച് നമ്മളുടെ കുടുംബത്തില് ഇപ്പൊ ഒരു കാര്യം വിചാരിക്കുക, ലോകം എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയാണ് എന്ന് വിചാരിക്കുക. അമ്മയുടെ പല മക്കളാണ് ഈ രാജ്യങ്ങൾ എന്ന് വിചാരിക്കുക. നമ്മള് ഒരമ്മയ്ക്ക് പല മക്കളുണ്ടെങ്കിലും മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മള് സാഹചര്യത്തിനനുസരിച്ച് ഈ മക്കൾ ഓരോ രീതിയിലുള്ള സ്ട്രാറ്റജി കൊണ്ടുവരുമ്പോൾ നമ്മൾ പെരുമാറണം. പക്ഷെ ലോകത്തിന് മുഴുവൻ ഒന്നിച്ചൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിൽ തീർച്ചയായിട്ടും ഒന്നിച്ചു നിൽക്കുകയും വേണം. അപ്പൊ അവിടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു ആഹ് ആഹ് നീക്കം നമ്മൾ പലപ്പോഴും നടത്തേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിലും നമ്മളുടെ മനസ്സ് കുറച്ചുകൂടി വികസിപ്പിക്കണം. വികസിപ്പിച്ചില്ല എങ്കിൽ നമ്മളുടെ സ്വാർത്ഥത വളരെ കൂടും. ഇതുപോലെയുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള വാല്യൂസ് നമ്മുടെ കുട്ടികളിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്നത് ശാസ്ത്രം വളരെയധികം ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നു.
ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇന്നത്തെ കാലത്തിലുള്ള ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിയുണ്ട്. പക്ഷെ ബുദ്ധി കൂടുന്നു എന്ന് പറയുന്നു, ശാസ്ത്രം വികസിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ യുദ്ധവും കൂടുന്നു. അപ്പൊ ഇത് തമ്മിൽ എങ്ങനെയാണ് ചേർന്ന് പോവാ? ബുദ്ധി കൂടുന്നുണ്ട് എങ്കിൽ യുദ്ധം കൂടാവോ? ബുദ്ധി കൂടുന്നുണ്ടെങ്കിൽ അവര് സമാധാനത്തിനായിട്ടല്ലേ ശ്രമിക്കേണ്ടത്? യുദ്ധമല്ലല്ലോ ഉണ്ടാകേണ്ടത്. ഇന്ന് സമാധാനം എന്ന് പറയുന്നത് ഒരു അത്ഭുത വസ്തുവായിട്ട് മാറിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മള് ഇതൊരു അത്ഭുത വസ്തു ആയതുകൊണ്ട് ഇതിന് നൊബേൽ പ്രൈസ് വരെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അല്ലേ? സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ്. എന്നിട്ട് ഈ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലോട്ടിംഗ് ഉണ്ടാക്കുകയാണ്. പലതരത്തിലുള്ള ചതിപ്പണികളും അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ആഹ് ഈ രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിയുടെ അവസ്ഥ. നേരെ മറിച്ച് ഈ എല്ലാത്തിലും ഉള്ള ആ ഒരു ചൈതന്യത്തെ തിരിച്ചറിയാൻ ഉള്ള ഒരു തിയറി ക്ലാസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പൊ അത് ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ സ്കൂളിൽ ഇതിന്റെ തിയറികൾ പഠിപ്പിക്കണം. യൂണിവേഴ്സൽ വാല്യൂസ് ആണ് ഇവ. ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കല്ല് എടുത്തു വെക്കുക. അപ്പൊ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കല്ല് എൻ്റെ അടുക്കൽ ഇരിപ്പുണ്ട്. ഈ കല്ല് ഒരു 3-4 വസ്തുക്കൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെക്കുക. ഏത് വസ്തു എടുത്താലും 2ഓ അതിൽ കൂടുതലോ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആറ്റം ഒക്കെ പോട്ടെ, അതിന്റെ താഴെയുള്ള കണങ്ങൾ. വെള്ളം എടുത്താൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കല്ലെടുത്താൽ കാർബണും വേറെ എന്തെങ്കിലും ഒരു 3 വസ്തുക്കളും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 4 വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്നാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കാൻ ഒരു ശക്തി വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ കല്ല് ആ ആകൃതിയിൽ തന്നെ ഇരിക്കൂ, അല്ലെങ്കിൽ പോകും. ഈ 4 വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് കല്ല് ആകൃതിയിലിരിക്കുന്നത്. അതായത് ജഡമായിട്ടുള്ള കല്ലിലും ശക്തിയുണ്ട്. അങ്ങനെ നോക്കി ഏത് വസ്തു എടുത്തോളൂ. കല്ല് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. മൊബൈൽ എടുത്താലും ലാപ്ടോപ്പ് എടുത്താലും എന്തെടുത്തു കഴിഞ്ഞാലും ഗ്ലാസ് എടുത്താലും എന്തെടുത്താലും അതെല്ലാം 2ഓ അതിൽ കൂടുതലോ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അവ ചേർന്ന് നിൽക്കാൻ ഒരു ശക്തിയുണ്ട്. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ ജഡമായിട്ടുള്ള വസ്തുവിലും ഒരു ശക്തിയുണ്ട്. ഇനി ജഡമല്ലാത്ത വസ്തു, ചെടി എടുത്താൽ ചെടിയിൽ ശക്തിയുണ്ട്, കാരണം ചെടി വളരുന്നുണ്ട്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മനുഷ്യന് ശക്തിയുണ്ട്, നമുക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? അതായത് പ്രപഞ്ചത്തിലെ ജഡമായിട്ടുള്ളതും ജഡമല്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുവിലും ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ ശക്തി എന്ന് പറയുന്നത് നമ്മള് സയൻസ് ഊർജം എന്ന് പറയും, നമ്മള് ചൈതന്യം എന്ന് പറയും. അതായത് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ ശക്തിയെയാണ് സനാതനധർമ്മം ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നു പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഈ ഒരു ഭാവന നമുക്ക് വരണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ശക്തിക്ക് രൂപമില്ല. കാരണം എന്താണ്? ശക്തി ഊർജമാണ്. ഊർജത്തിന് രൂപമില്ല. ഇലക്ട്രിസിറ്റി നമ്മൾ കണ്ടിട്ടില്ല. ബുദ്ധി ഒരു ഊർജമാണ്. അതുകൊണ്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. ശക്തി ഊർജാണ്. മനഃശക്തി, മനസ്സ് സൂക്ഷ്മമാണ്, കണ്ടിട്ടില്ല, അത് ഊർജമാണ്, പവറാണ്. മനസ്സിന് ശക്തിയുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു തലത്തിൽ നോക്കിയാൽ ഈ ശക്തിക്ക് നമ്മൾ ഒരു രൂപം കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഋഷീശ്വരന്മാർ ശക്തിക്ക് രൂപം കൊടുത്തതും ആദ്യം സതീദേവിയായിട്ട് രൂപമെടുത്തതും. ശക്തി സ്വരൂപിണി എന്നല്ലേ പറയാ, പാർവതി ദേവിയാണ് പറയുന്നത്. പിന്നീട് അത് പാർവതി ദേവിയായി. സതീദേവിയുടെ ശരീരങ്ങൾ വീണ സ്ഥലങ്ങൾ ശക്തിപീഠങ്ങളെ. സതീദേവിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് എനർജി. അതിന്റെ കഷ്ണങ്ങൾ വീണ സ്ഥലങ്ങൾ വീണ്ടും എനർജി, തീയുടെ ഒരു സ്പാർക്ക് വീണാൽ പോരെ, അവിടെ വീണ്ടും ആളിക്കത്തും. ഭാരതത്തിന്റെ സ്പിരിച്വൽ എനർജി ഗ്രിഡ്, ആധ്യാത്മിക ഊർജ കേന്ദ്രങ്ങൾ 12 ജ്യോതിർലിംഗങ്ങൾ. അതായത് മഹാദേവൻ അഗ്നിസ്ഫുലിംഗമായിട്ട്. ഊർജത്തിന് എല്ലായിടത്തും ഒരേപോലെയല്ല, എല്ലാ പ്ലഗ് പോയിന്റിലും. മിക്സിക്ക് കുത്തുന്നിടത്രയും പവർ വേണ്ട മൊബൈലിന്. എല്ലായിടത്തും ഊർജ്ജം ഒരുപോലെയല്ല. 12 ജ്യോതിർലിംഗങ്ങളിൽ അഗ്നിരൂപത്തിൽ, പ്രകാശരൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതാണ്. അവിടെ ഊർജം കൂടുതലാണ്. ഊർജത്തില് അഗ്നിക്ക് പവർ കൂടുതലാണ്. മൊബൈലിന്റെ ചാർജറിന്റെ അറ്റത്ത് ചിലപ്പോൾ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്ന പോലെയല്ല അഗ്നിയില് കൈയിട്ടാൽ. അപ്പൊ ഇത് ഭാരതത്തിന്റെ ഊർജ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ തൊഴാൻ പോണെന്നും
അവിടെ തൊഴാൻ പോയി നിൽക്കുമ്പോൾ ഈ ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുന്നത്. കാരണം അഗ്നിപർവ്വതത്തിന്റെ അടുത്ത് പോയാൽ നമ്മളൊന്നും ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കും ആ ഊർജ്ജം. ഈ ഊർജ്ജത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ മുഗളന്മാരൊക്കെ ഇവ നശിപ്പിക്കാനായിട്ട് ശ്രദ്ധിച്ചത്. ഭാരതത്തിന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ നമുക്കറിയില്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഊർജ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ റെപ്ലിക്കയാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങള് ഊർജ കേന്ദ്രങ്ങളാണ്. അവയെയും കേന്ദ്രീകരിച്ച് നമ്മളുടെ ആരാധനാ പദ്ധതി എല്ലാ ഋഷീശ്വരന്മാര് തന്നതും ശക്തിക്കൊരു രൂപം കൊടുത്തതും. കാരണം മനസ്സിന് രൂപമില്ല എങ്കിൽ, ബൗണ്ടറി ഇല്ല, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ബൗണ്ടറി ഇല്ല എങ്കിൽ മനസ്സിന് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പൊ ശക്തി എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്റെ മനസ്സിന് അത്ര കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് സതീദേവിയുടെ രൂപം കൊടുത്തു. രൂപം കൊടുത്താൽ ബൗണ്ടറി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ആരാധിക്കാൻ തുടങ്ങി. അതായത് മനസ്സിന് ചുരുങ്ങാനാണ് താല്പര്യം. പക്ഷെ നമ്മളുടെ ആം, ആചാര്യന്മാർ എന്ത് ചെയ്തു? ഇതുപോലുള്ള യൂണിവേഴ്സൽ വാല്യൂസ്, അതായത് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈ ശക്തി നിറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ശക്തിയാണ് പ്രപഞ്ചത്തിന്റെ ആധാരം. ശക്തി ഇല്ലെങ്കിലോ സൃഷ്ടിയില്ല. സൗന്ദര്യ ലഹരിയില് ശിവശക്തിയായുക്തോ എന്നാണ് പറയുന്നത്. ആ ശിവൻ ബ്രഹ്മമായിട്ടിരിക്കും. ശക്തി ഉണ്ടെങ്കിലേ ശിവന് കണ്ണിന്റെ പോള ചലിപ്പിക്കാൻ പറ്റൂ, കൈയുടെ വിരലിന്റെ അറ്റം അനക്കാൻ പറ്റും. അപ്പൊ ശക്തി ഉണ്ടെങ്കിലേ സൃഷ്ടിയുള്ളൂ. ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ ഒരു ചലനം വേണം, അനക്കം വേണം. ഓം എന്നുള്ള ആദ്യത്തെ ശബ്ദം സൃഷ്ടിയില്, അത് ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു വൈബ്രേഷൻ, തരംഗം, അനക്കം വേണം. അത് വേണമെങ്കിൽ എന്ത് വേണം? ശക്തി വേണം, ഊർജം വേണം. അതുകൊണ്ടാണ് എല്ലാത്തിലും ഈ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ വസ്തുവിനെയും നമ്മൾ മാനിക്കണം. പ്രപഞ്ചത്തിന്റെ ആധാരം ശക്തിയിലാണ്. അപ്പൊ നമ്മൾ മനുഷ്യന് എന്തിനോടെങ്കിലും വിധേയത്വം വേണ്ടേ? എന്തിനോടെങ്കിലും നമ്മുടെ തല കുനിയണ്ടേ? നമുക്ക് എന്തിനെങ്കിലും ബഹുമാനിക്കണ്ടേ? അപ്പൊ ഏറ്റവും വലുത് ശക്തി ആയതുകൊണ്ട് നമ്മളെ അതിനെ ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വാല്യൂസ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. തിയറി ആയിട്ട് ആദ്യം പഠിപ്പിക്കുക. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ അതവര് അതിൽ കുറച്ച് കുട്ടികളാണെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങും. ചിന്തിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അവരവരുടെ ജീവിതത്തിലേക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സനാതന ധർമ്മത്തിന്റെ പ്രത്യേകതയാണ്. ഈ സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സന എന്നുള്ള വാക്കിന് സദാ എന്ന് തന്നെയാണ് അർത്ഥം. സദാ ഉള്ളത്, എല്ലാ കാലത്തും ഉള്ളതാണ് സനാതന ധർമ്മം. കാരണം എന്താന്ന്, സനാതനധർമ്മം എല്ലാ കാലത്തും ഉള്ളതാണ്. നാസ്തികന് പോലും അവൻ സനാതനധർമ്മം അനുസരിച്ചാണ് ജീവിക്കുന്നത്. കാരണം അതിനെ നിഷേധിക്കാൻ സാധിക്കില്ല. ഈ സനാതനധർമ്മത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും മോക്ഷം കിട്ടും. അതാണ് പ്രത്യേകത. മറ്റു മതവിഭാഗങ്ങൾ എങ്ങനെയാണ്? അവരുടെ മതത്തില് വിശ്വസിച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ എന്നാണ് പറയുന്നത്. സനാതനധർമ്മത്തിൽ അങ്ങനെയല്ല. സനാതനധർമ്മത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും മോക്ഷം ലഭിക്കും എന്ന് നമ്മളുടെ ആചാര്യന്മാര് കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ അതെങ്ങനെയാണ്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മതം എന്നാൽ എന്താണെന്ന് ഭഗവാൻ സത്യസായി ബാബ പറയുന്നുണ്ട്. മതം എന്നാൽ ഈശ്വരിലേക്കുള്ള വഴിയാണ്. ധർമ്മം എന്നാൽ ജീവിത ശൈലിയാണ്. നാസ്തികനാണെങ്കിലും അവന് ചില ജീവിതശൈലി പാലിക്കാതെ പറ്റില്ല. അതെവിടെയാണെങ്കിലും ആ ജീവിത ശൈലി വേണം, അച്ചടക്കം വേണം. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു നഴ്സറിയിൽ പോയാൽ അവിടെ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ട്, അച്ചടക്കമുണ്ട്. നമ്മൾ സ്കൂളിൽ പോയാലുണ്ട്, കോളേജിൽ പഠിക്കാൻ പോയാലുണ്ട്, ജോലിക്ക് പോയാൽ അവിടെ ചില അച്ചടക്കവും രീതികളും ഉണ്ട്. അതുപോലെ തന്നെ സൈന്യത്തിലാണെങ്കിൽ അവിടെ ചില അച്ചടക്കങ്ങളുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും ഈ അച്ചടക്കം അല്ലെങ്കിൽ ജീവിതശൈലി ഒരു പ്രത്യേക രീതിയിലല്ലാതെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ സനാതനധർമ്മം അനുസരിച്ച് ഇവരെല്ലാം കുറെയൊക്കെ സനാതനധർമ്മം അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ഇതൊരു ജീവിത ശൈലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സനാതനധർമ്മം പറയുന്നു, ഏത് മതത്തിലുള്ളവർക്കാണെങ്കിലും ആ സനാതനധർമ്മത്തിലൂടെ, അല്ലെങ്കിൽ സനാതനധർമ്മം പറയുന്നു മോക്ഷം ലഭിക്കും. ഇങ്ങനെ പറയുന്ന ഒരേ ഒരു ധർമ്മം അല്ലെങ്കിൽ മതം ഹിന്ദു മതം മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മതം.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള ശ്ലോകങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം നമ്മളുടെ സനാതന ധർമ്മം അനുസരിച്ച് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് ഇത് സദാ ഉള്ളതാണ്, സത്യമാണ്. നമ്മളിപ്പോ ബ്രഹ്മത്തിന്റെ പേരെന്ന് പറഞ്ഞാലും സനാതനമായിട്ട് പറയും, ബ്രഹ്മാവിന്റെ പേര് പറയും. വിഷ്ണു സഹസ്രനാമത്തിൽ സനാതനതമ കപിരവ്യ പറയുന്നുണ്ട്. അവിടെ മഹാവിഷ്ണുവിന്റെ പേരും സനാതനം എന്നാണ് പറയുന്നത്. ഇത് സദാ ഉള്ളതാണ്, ജീവിത ശൈലിയാണ്, ഈശ്വരിലേക്കുള്ള വഴിയാണ്. അത് ശരിയായ രീതിയിൽ പാലിച്ചാൽ നമുക്ക് മോക്ഷം ലഭിക്കും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഡിസിപ്ലിൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധന ചെയ്യും. ഈ അച്ചടക്കത്തിനാണ് സാധന എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും സാധന എന്നുള്ള വാക്ക് ആധ്യാത്മികതയോട് ചേർത്ത് മാത്രം ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയല്ല. ഏതൊരു കാര്യത്തിലും അച്ചടക്കം കൊണ്ടുവരുന്നതിന് സാധനയാണ്. സ്കൂളിൽ പോയാലും നമ്മൾ അച്ചടക്കം കൊണ്ടുവരുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ മിലിറ്ററിയില്, പോലീസില് എല്ലാത്തിലും ഈ അച്ചടക്കം ഉണ്ട്. അപ്പൊ എവിടെ പോയാലും നമുക്ക് ഈ അച്ചടക്കം, ഈ സാധന ആവശ്യമാണ്. പക്ഷേ ഇവിടെ വൈവിധ്യം വരുന്ന എപ്പോഴാണ്? നമ്മളിപ്പം എല്ലാം ഒന്നാണെന്നാണ് പറഞ്ഞത്. ഈ ഒന്നിനകത്ത് ഇനി വൈവിധ്യമുണ്ട്. ഏകം സദ്വിപ്ര ബഹുധാ വദന്തി. അപ്പൊ എവിടെയാണ് ഈ ഏകത്വത്തിനുള്ളിൽ നാനാത്വം നമ്മൾ പറയും? എവിടെയാണ് വൈവിധ്യം വരിക? വൈവിധ്യം എവിടെയാണെന്ന് വെച്ചാൽ ഈ സാധനാ രീതി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി അത് ഒരു ഗുരുവിന്റെ തന്നെ 4 ശിഷ്യന്മാരാണെന്ന് വിചാരിക്കുക. ഗുരു ഒരേ ധ്യാന രീതി 4 പേർക്കും പറഞ്ഞു കൊടുത്തു. എന്നാൽ പോലും ഇവർ ആചരിക്കുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും. കാരണം എന്തുകൊണ്ടാ? ഇപ്പൊ ആ ധ്യാനത്തിന്റെ രീതി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസം കാണും. കാരണം എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മനസ്സുകൊണ്ടാണല്ലോ അവര് ചിന്തിക്കുക. ഓരോരുത്തരുടെ മനസ്സ് വ്യത്യാസമാകുമ്പോൾ സാധനാ പദ്ധതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ സാധനാ പദ്ധതിയിൽ മുന്നേറാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അത് ശരിയാണ്, വിജയം നേടാൻ പറ്റും. പക്ഷെ ധാരാളം സംശയങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് വീണ്ടും പഠിക്കണം എന്നാണ് ശരിക്കർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാ സാധനാ പദ്ധതികളും എത്തിച്ചേരുന്നത് ഒരിടത്തു തന്നെയാണ്. അപ്പൊ സാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വേണം. അപ്പൊ എല്ലാത്തിനെയും ഒന്നിച്ചു കാണുമ്പോൾ തന്നെ ഇതിനകത്തെ വൈവിധ്യവും നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളെല്ലാം ലോകം മുഴുവൻ ഭാരതാംബ എന്ന് പറയുമ്പോൾ നമ്മളുടെ അമ്മയായിട്ട് നമ്മൾ പറയുന്നു, ലോകത്തിനെ അമ്മയായിട്ട് പറയുന്നു. നമ്മൾ അത് വിശാലമായ കാഴ്ചപ്പാടുണ്ടെങ്കിലും ഇങ്ങോട്ടുള്ള പ്രതികരണം കുറച്ചു നാളത്തെ മനസ്സിലാക്കിയിട്ട് മാത്രമേ, ഇപ്പൊ കുറുക്കനോട് അല്ല മാനിനോട് കാക്ക പറയുന്നത് പോലെ പെട്ടെന്ന് ആരെയും വിശ്വസിക്കരുത്. കുറെ കാലം കൊണ്ട് ഓരോ രാജ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കളെ എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് കാണുക. വസുധൈവ കുടുംബകം. കാരണം എന്താണ്? ഒരു കുടുംബമാണ്, എല്ലാത്തിലും ഒരേ ചൈതന്യമാണ്. പക്ഷെ ആ കുടുംബത്തിൽ തന്നെ ഓരോരുത്തരുടെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധി ഉപയോഗിച്ച് അവരോട് നമ്മൾ പറയുക. ചിലരോട് നമ്മൾ എല്ലാ കാര്യവും തുറന്നു പറയാതിരിക്കുക. പറയേണ്ടത് മാത്രം പറയുക. ബുദ്ധി നമ്മൾ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഉപയോഗിക്കണം. മാത്രമല്ല ഈ സമാനമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകണം എന്നുള്ള ഭാവം, ഈ സങ്കല്പത്തിന് ശക്തിയുണ്ട്. എല്ലാവരും ഒന്നിച്ചു സങ്കല്പിക്കുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ജയ് ശ്രീറാം വിളികൾ ഭാരതത്തിൽ മുഴങ്ങിയപ്പോൾ വിരുദ്ധ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ. കാരണം അത്രമാത്രം പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ വന്നു. നമ്മൾ ജയ് ശ്രീറാം വിളിക്കുമ്പോൾ ആ സങ്കല്പം ഉണ്ടാവും. സങ്കല്പം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാവും. അപ്പൊ വിരുദ്ധ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ പല പ്രാർത്ഥനകളിലും, ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പണ്ട് കാലത്തുള്ളവരെല്ലാം അവരുടെ സംസ്കാരം പഠിക്കുന്നതിനായിട്ട് ഭാരതത്തിലേക്കാണ് വന്നിരുന്നത്. അതേസമയം ഈ ഭാരതത്തില് അന്നുള്ള ശാന്തി മന്ത്രങ്ങളൊക്കെ എന്തായിരുന്നു? ഓം സഹനാവവതു സഹനോ ഭുനക്തു, ഇതൊക്കെയാണ്. നമ്മൾക്ക് ഒന്നിച്ചിരുന്ന് ചിന്തിക്കാം, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. സഹനാവവതു ഒക്കെ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു സൂക്തം ഞാന് അതും കൂടെ ഇന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. കേട്ടിട്ടുണ്ടായിരിക്കും, ഐകമത്യ സൂക്തം എന്ന് പറയുന്ന സൂക്തം. ഋഗ്വേദത്തിലെ ഏറ്റവും അവസാനത്തെ സൂക്തം 4 ശ്ലോകങ്ങളിലായിട്ടാണ് ഉള്ളത്. ഇത് നമ്മളുടെ ഗുരുവും ശിഷ്യനും എല്ലാം ചൊല്ലിയിരുന്നാണ്. ഇപ്പൊ ഭാരതത്തിലെ
ഋഷീശ്വരന്മാരുടെ ഭാവം എന്തായിരുന്നു എന്ന് ഗംഭീരമായിട്ടുള്ള ശ്ലോകമാണ്. നമുക്ക് മനസ്സിലാകും. ഈ ശ്ലോകം എന്താണെന്ന് വെച്ചാല് എല്ലാത്തിനും ഇതിനകത്ത് സമം 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 എന്ന് കാണും. ഒരേ മനസ്സായിട്ടിരിക്കട്ടെ. ഞാനൊന്ന് ചൊല്ലാം. ഓം സം സമിത്യുവസേ ഇപ്പൊ സ്വരം അനുസരിച്ച് ചൊല്ലുന്നില്ല. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാന്നര്യ ആ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭരാ സംഗച്ഛത്വം സംവദത്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനി സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാ ജുഹോമി സമാനീവ ആകൂതിഃ സമാനാ ഹൃദയാനിവ സമാനമസ്തു വോ മനോ യഥാവ സുസഹാസതി. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പൊ ഈ ശ്ലോകം കേൾക്കുമ്പോ എന്താണ്, എല്ലാം സമ സമ സമം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ മനസ്സൊന്നാകട്ടെ, നമ്മുടെ ഹൃദയം ഒന്നാകട്ടെ, നമ്മളുടെ ചിന്തകളും വിചാരങ്ങളും എല്ലാം ഒന്നാകട്ടെ, എല്ലാം ഒന്നാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളോടൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ ഉപദേശിച്ചതെന്നാണ്. സംവാദ സൂക്തം, സംഘടനാ സൂക്തം എന്നൊക്കെ ഇതിന് പേര് പറയാറുണ്ട്. 4 സൂക്തമായിട്ടാണ് പറയുന്നത്. ഇതിനെ എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ UNO അംഗീകരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ മന്ത്ര ഓഫ് യൂണിറ്റി എന്നുള്ള പേരിൽ പണ്ട് തന്നെ UNO ഈ ഐകമത്യ സൂക്തത്തിനെ അംഗീകരിച്ചിട്ടുണ്ട്. അത്ര പ്രാധാന്യമുള്ള മന്ത്രമാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളില് സിലബസില് ഇതൊക്കെ പഠിപ്പിക്കണം. എന്നാലേ ഇന്നത്തെ കൊച്ചു കുട്ടികൾ പോലും തോക്കെടുത്തുകൊണ്ട് വന്ന് ഒരു സ്കൂളിൽ വന്നിട്ട് 10ഉം 15ഉം പേരെ വെടിവെക്കാൻ ആ തോക്കെടുക്കാൻ എങ്ങനെ പറ്റുന്നു, തന്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളുടെ നെഞ്ചിലേക്ക് എങ്ങനെ നിറയൊഴിക്കാൻ പറ്റുന്നു, ഈ മൂല്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഈ നമ്മളുടെ ഭാരതത്തിൽ ഈ സംസ്കാരം കാണാൻ പറ്റും. ദർശപൂർണ മാസയാഗം എന്ന് പറയുന്ന യാഗമുണ്ട്. ദർശം എന്ന് പറഞ്ഞാൽ അമാവാസി, പൂർണ്ണം എന്ന് പറഞ്ഞാൽ പൗർണമി. അതായത് അമാവാസിക്കും പൗർണമിക്കും നടത്തുന്ന യാഗങ്ങളാണ്. അപ്പൊ ഈ യാഗത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ യാഗത്തിന് ഒരു യാഗത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പശുവിന്റെ പാല് വേണം. അപ്പൊ ഈ പശുവിനെ കെട്ടേണ്ടത് ഒരു പ്രത്യേക മരത്തിന്റെ കമ്പൊടിച്ചിട്ട് ആ കമ്പിലാണ്. അതിന് ഈ മരത്തിൽ നിന്നും കമ്പൊടിക്കാൻ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. മരത്തിനോട് അനുവാദം ചോദിക്കുന്നത്. ഇത് ചൊല്ലുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരച്ഛൻ ഇത് ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നത് കാണുന്ന ഒരു മകന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണ് അല്ലെ? ആ വൃക്ഷത്തിനോട് അനുവാദം ചോദിക്കുകയാണ്, നിന്നിൽ നിന്നും ഒരു കൊമ്പ് ഞാൻ ഒടിച്ചെടുത്തോട്ടെ എന്ന്. ഇത് കാണുന്ന ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്താണ് അല്ലെ? ഇതുപോലെ ആ ഒരു ആർദ്രതയും സഹജീവികളോടുള്ള സഹാനുഭൂതിയും കരുണയും എല്ലാം നമ്മുടെ കുട്ടികളിലെ വികസിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഇതെല്ലാം നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നു. ശ്രീമദ് ഭാഗവതം നോക്കിയാൽ ശ്രീകൃഷ്ണന്റെ സിലബസ് മനസ്സിലാവും. എന്നാല് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി മനസ്സിലാക്കി ഇതെല്ലാം ഇവരുടെ സിലബസിൽ ഉണ്ടെങ്കിൽ ഇവരെ ജീവിതത്തിൽ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം ജീവിത വിജയത്തിനുള്ള എല്ലാ വഴികളും, ഏറ്റവും ഭയമുള്ള മരണത്തെ പോലും ജയിക്കുന്ന പാഠങ്ങൾ നമ്മുടെ സിലബസിലുണ്ട്. കഠോപനിഷത്ത് എടുത്ത് നോക്കിയാല് നചികേതസിന് യമദേവൻ ഉപദേശിച്ചു കൊടുക്കുന്നു, ശരീരം പോകുന്നു, ആത്മാവ് നശ്വരമാണ് എന്ന്. ശ്രീമദ് ഭാഗവതം എടുത്താലോ, പരീക്ഷത്തിനോട് പറയുകയാണ് 7 ദിവസത്തിനുള്ളിൽ അങ്ങ് മരിക്കുന്നു. നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ വന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും? അപ്പൊ തന്നെ നമ്മൾ മരിക്കും അല്ലെ? പക്ഷേ ഈ 7 ദിവസം കഴിയുമ്പോൾ പരീക്ഷിത്ത് തക്ഷകനല്ല, ആര് വേണമെങ്കിലും വന്ന് കടിച്ചോട്ടെ എന്നുള്ള മനോഭാവത്തിലേക്ക് പരീക്ഷത്ത് മാറി. മരണത്തെ വളരെ സമചിത്തതയോടുകൂടി നേരിട്ടു. അതിനുള്ളിൽ തന്നെ മോക്ഷം കിട്ടി എന്നാണ് പറയുക. പിന്നെ വന്ന് പേരിന് ആ ശാപം ഒന്ന് ഫലിക്കാനായിട്ട് തക്ഷകൻ വന്ന് കടിച്ചു എന്ന് പറയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്നത് മരണാനന്തര ജീവിതത്തെ പറ്റിയാണ്, മസാച്യുസെറ്റ്സ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളില്. പക്ഷെ ഇന്നും അവർക്ക് പിടികിട്ടാത്തതാണ് മരണം. അതുപോലെ മരണം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്. നമ്മുടെ ഋഷീശ്വരന്മാര് ആത്യന്തികമായിട്ടുള്ള ഈ ഒരു അറിവ് വരെ
നമ്മുടെ ഗ്രന്ഥങ്ങളിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഓരോ ശ്ലോകവും അത് എത്ര ലളിതമായിട്ട് പഞ്ചതന്ത്രം കഥകളിലൂടെ പോലും ഇത്ര വലിയ ആശയം, അതുപോലെ ഹിതോപദേശ കഥകളുണ്ട്. അതിലും ഈ ഒരു ആശയം വരുന്നുണ്ട്. വസുധൈവ കുടുംബകം എന്നുള്ള ഈ ഒരു ആശയം വരുന്നുണ്ട്. ഇത് നമ്മുടെ പലതിന്റെയും ആശയമായിട്ട് പലയിടത്തും ഇപ്പം നരേന്ദ്രമോദിജി തന്നെ പല വേദികളിൽ പോകുമ്പോൾ ഈ വസുധൈവ കുടുംബകം പറയുന്നുണ്ട്. ഇപ്പൊ ആ G20 ലോഗോ നോക്കിക്കഴിഞ്ഞാല് വളരെ രസകരമാണ് ആ ലോഗോ. ശരിക്കും പറഞ്ഞാല് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ജി, ടു, ഓയ്ക്ക് പകരം ഭൂമിയാണ്. അത് താമരപ്പൂവിലിരിക്കുന്നു. ഈ താമരപ്പൂവിന്റെ നിറം എന്ന് പറയുന്നത് നമ്മളുടെ ദേശീയ പതാകയിൽ നിന്ന് എടുത്തിട്ടുള്ള സാഫ്രോണും പിന്നെ ഗ്രീന് ആൻഡ് വൈറ്റ്, ഈ 3 കളറുകൾ നമ്മുടെ ദേശീയ പതാകയിലുള്ള കളറുകളാണ്. ഈ താമരപ്പൂവിന് 7 ഇതളുകളാണുള്ളത്. ഈ 7 ഇതളുകള് സപ്തദ്വീപിനെയും സപ്ത ആം, ആ, സമുദ്രങ്ങളെയും സൂചിപ്പിക്കുകയാണ്. അപ്പൊ എന്തായി? ഭൂമി മുഴുവനായില്ലേ? ആ സപ്തസമുദ്രങ്ങളെയും സപ്തദ്വീപുകളെയും സൂചിപ്പിക്കുന്നതായിട്ടാണ് 7 പെറ്റൽസ്, 7 ഇതളുകൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ മുകളില് ഭൂമി, വസുധൈവ കുടുംബകം. അതിന്റെ ഇംഗ്ലീഷാണ് എന്ത്? വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ. അതായത് ഒരു ഭൂമി, അതൊരു കുടുംബം, അവർക്കൊരു ഭാവി. ഈ ഒരു കാഴ്ചപ്പാടോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ഭാരതം മുന്നോട്ട് വെക്കുന്ന ലോകത്തിന്റെ നേതൃപദവി എന്താ പറയാ, എത്താൻ യോഗ്യതയുള്ള ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു രാജ്യം നമ്മളുടേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പദവിക്ക് സമാനമായിട്ടുള്ള ആശയമാണ് നമ്മുടെ ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ലോകം ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ കാഴ്ചപ്പാട് എന്താണ്. ഇത് ഫോറിൻ പോളിസിയില് രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്കലായിട്ടും നമ്മളുടെ ഫോറിൻ പോളിസികളിലും നമ്മളുടെ സംസ്ഥാനങ്ങളിലും നമ്മളുടെ കുടുംബങ്ങളിലും വ്യക്തിപരമായിട്ടും ഈ വസുധൈവ കുടുംബകം എന്നുള്ള ആശയം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷെ അതിനെ കൃത്യമായിട്ട് വിവേകത്തോടു കൂടി എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ബുദ്ധി ഉപയോഗിച്ച് മാത്രം ഉപയോഗിക്കുക. ശക്തി പ്രയോഗിക്കേണ്ടടുത്ത് തീർച്ചയായിട്ടും ശക്തി ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായിട്ട് പോകരുത്. അപ്പൊ ഇത്രയും വലിയൊരു ആശയം അതാണ്, ശക്തിയും ബുദ്ധിയും ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കണം എന്നുള്ളത് ആ പഞ്ചതന്ത്രം കഥകളിലൂടെ കുബുദ്ധിയായിട്ടുള്ള കുറുക്കൻ, സുബുദ്ധിയായിട്ടുള്ള കാക്ക, ചിത്തരഞ്ജൻ അല്ലെങ്കിൽ മനസ്സിന് വളരെയധികം വ്യതിചലിക്കുന്ന മനസ്സുള്ള കുറുക്കനെയും വെച്ചിട്ട് പഞ്ചതന്ത്രം കഥകളിലൂടെ അവതരിപ്പിച്ചിരിക്കും. ഒരൊറ്റ പഞ്ചതന്ത്രം കഥയിലൂടെ നമുക്ക് ഇത്രമാത്രം പറയാനുണ്ടെങ്കിൽ ഇനി എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നമുക്കിരുന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആ പഞ്ചതന്ത്രം കഥകളിലൂടെ നമുക്ക് എന്തുമാത്രം ആശയങ്ങളാണ് നമ്മുടെ ആചാര്യന്മാര് തന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഓരോ ആശയങ്ങൾ നമ്മളിലേക്ക് എത്തട്ടെ, നമ്മളുടെ ആചാര്യന്മാർ അതിനായിട്ട് വഴി കാണിക്കട്ടെ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളില് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, ധാരാളം ആശയങ്ങൾ പറഞ്ഞു. എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്കറിയാവുന്നതാണെങ്കിലും മറുപടി പറയാം, അറിയില്ല എങ്കിലും ഞാൻ അറിയില്ല എന്ന് പറയും. എന്താണെങ്കിലും പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം.